പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ, നമ്മെ പിതാവിലേക്ക് കൊണ്ടുപോകാൻ യേശുക്രിസ്തു നമുക്ക് വാഗ്ദാനമായി തന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാം. റുഹാദ് ഖുദാശയെക്കുറിച്ച്, സഹായകനെക്കുറിച്ച് ഓർക്കുമ്പോൾ നാം ചിന്തിക്കും, ആരാണ് ഈ റുഹാദ് ഖുദാശ? ആരാണ് ഈ പരിശുദ്ധാത്മാവ്? ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2 പറയുന്നുണ്ട്, രൂപരഹിതവും ശൂന്യവുമായിരുന്ന ഭൂമി ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മേൽ ചലിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെള്ളത്തിൻ്റെ മേൽ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ചൈതന്യം ചലിച്ചപ്പോൾ ആണ് പിതാവ് സൃഷ്ടി തുടങ്ങുന്നത്. ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മിൽ ചലിക്കണം, എന്നാലേ ജീവിതം പ്രകാശമാനമാകൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും ആദ്യം പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറയണം എന്നാണ് ഈശോ പറഞ്ഞു വെക്കുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും എല്ലാം നിങ്ങളെ പഠിപ്പിക്കും. ഈശോ ഇവിടുന്ന് പോയി അവിടെ നിന്നും സഹായകനെ നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞയക്കാമെന്ന്. അവൻ വന്നാലേ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയുള്ളൂ. അവൻ വന്നാൽ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇങ്ങനെയൊക്കെയാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മോട് പറയുക. അങ്ങനെയെങ്കിൽ ഈ ശക്തി ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം സ്വന്തമാക്കണം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ എന്താണ്? ഇതെല്ലാം നാം അറിഞ്ഞിരിക്കണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ്. പിതാവിൻ്റെ യുഗം, പുത്രൻ്റെ യുഗം കഴിഞ്ഞുപോയി. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യുഗം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 തിരുവചനങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുക, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ വചനം പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ ആദ്യത്തെ സഹായി, നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ സഹായിയാണ് പിതാവായ ദൈവം. തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പിതാവിന് മനുഷ്യരോടുള്ള കരുണ കരകവിഞ്ഞൊഴുകിയപ്പോൾ പിതാവ് നമുക്ക് തന്നു വേറൊരു സഹായകനെ. അവനാണ് യേശുവെന്ന ദൈവപുത്രൻ. യേശുവെന്ന ദൈവപുത്രൻ ഭൂമിയിലേക്ക് വന്ന് അവന് ദൈവമക്കളോടുള്ള സ്നേഹം, അതിരറ്റ കരുണ, അവൻ്റെ സ്നേഹം കരകവിഞ്ഞൊഴുകിയപ്പോൾ അവൻ നമുക്ക് തന്നു സ്വന്തം ജീവൻ തന്നെ. നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് നമ്മെ പിതാവിലേക്ക് അടുപ്പിച്ച് അവൻ പിതാവിനോട് കൂടെ ഒന്നു ചേരുമ്പോൾ നമ്മെ ഈ ലോകത്ത് ഒറ്റയ്ക്ക് വിടാൻ മനസ്സില്ല യേശുവിന്. കാരണം ഒറ്റയ്ക്ക് നാം നടന്നാൽ പാപത്തിൽ വീഴും എന്ന്, നശിച്ചു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് യേശു പറഞ്ഞു വെച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകട്ടെ, അവിടെ നിന്ന് നിങ്ങൾക്കൊരു സഹായകനെ തരും. അവൻ യുഗാന്ത്യം വരെ, ലോകാവസാനത്തോളം നിങ്ങൾക്ക് സഹായിയായി നിങ്ങളുടെ കൂടെയുണ്ടാകും. ഗ്രീക്ക് ഭാഷയിൽ പാരാക്ലറ്റ എന്ന് പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, സ്റ്റാൻഡ് ബിസൈഡ് ഫോർ കംഫർട്ട്. സഹായകനായിട്ട് എപ്പോഴും നിന്റെ പിന്നിൽ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. ഈ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും അത്ഭുതകരമായ ദാനങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-16 തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് തരുന്ന ഈ സഹായകൻ എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ മാറ്റം വരുത്തുക. യോഹന്നാന്റെ സുവിശേഷം 15:26 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. സാക്ഷ്യം നൽകാൻ നമ്മെ ധൈര്യപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. വീണ്ടും 16:7 പറയുന്നുണ്ട്, അവൻ വന്ന് നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. 16:13 പറയുന്നുണ്ട്,
സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സത്യം പറഞ്ഞു തരും. സത്യത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ സത്യങ്ങൾ, നിഗൂഢ സത്യങ്ങൾ തെളിഞ്ഞു വരും. എൻ്റെ സഹോദരങ്ങളെ, ഈ ലോകത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം നിഗൂഢ സത്യങ്ങൾ വെളിവാക്കി കിട്ടുന്നവരാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്വന്തമാക്കണം എന്നാണ് മനുഷ്യർക്ക് അറിയാതിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിഗൂഢ സത്യങ്ങൾ നാം വെളിപ്പെടുത്തും. അതുപോലെ വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. യോഹന്നാന്റെ സുവിശേഷം 16:14 അങ്ങനെയാണ് പറയുന്നത്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. നമ്മളും ഭാവി കാര്യങ്ങൾ പ്രവചിക്കാൻ തുടങ്ങും. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ഭർത്താവുമൊത്ത് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒരിക്കൽ പരിശുദ്ധ കുർബാന കഴിഞ്ഞു വന്ന എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടയിൽ ഒരു മുഴ കാണപ്പെട്ടു. ആദ്യം അത് നീരിറങ്ങിയതാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. എന്നാൽ ഈ മുഴയെ നോക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്നത് ഇത് ക്യാൻസറാണ് എന്നാണ്. ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് പാപികൾക്ക് വെളിപ്പെടുത്തി തരുന്ന സന്ദർഭങ്ങൾ ഈ ലോകത്ത് പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. എത്രയോ അപകടങ്ങൾ മുൻകൂട്ടി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. പരിശുദ്ധാത്മാവ് ദാനമായിട്ട് നമുക്ക് ഈ വരങ്ങൾ തരാമെന്ന് വിചാരിച്ചാൽ ഈ ദാനങ്ങൾ നമുക്ക് ലഭിക്കും. അതുപോലെ റോമ 8:26 പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ ബലഹീനതയിൽ ചിലപ്പോൾ നാം നെടുവീർപ്പിടുമ്പോൾ പോലും അത് പ്രാർത്ഥനയാക്കി മാറ്റും പരിശുദ്ധാത്മാവ്. ലൂക്കായുടെ സുവിശേഷം 24:49 ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. പിതാവിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് റൂഹ് ആഹ് എന്നാണ് പഴയ നിയമത്തിൽ റൂഹ് ആഹ് എന്നാണ് പറയുക. പരിശുദ്ധാത്മാവ് ഇത് ഒരു ഹീബ്രു പദമാണ്. കാറ്റ്, വായു, ആത്മാവ് എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. ഇത് 378 തവണയോളം പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം നാം കണ്ടു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മേൽ വന്നു. അതുപോലെ യെശയ്യാ 61 നാം കാണുന്നുണ്ട്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പഴയ നിയമത്തിൽ പല സ്ഥലത്തും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യായുടെ പുസ്തകം 11 പറയുന്നുണ്ട്, ജെസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള വരും, അവൻ പരിശുദ്ധാത്മാവിനെ നിറയുവാനുള്ളതാണ്. ചില വ്യക്തികളുടെ മേൽ പരിശുദ്ധാത്മാവ് ആവസിക്കുന്നത് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. 1 സാമുവേൽ 11:6 ഇങ്ങനെയാണ്, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ചു, അവനിൽ ആവസിച്ചു, സാവൂളിൽ. എൽക്കാന ഹന്ന ദമ്പതികളുടെ മകനാണ് സാമുവൽ. ബെഞ്ചമിൻ ഗോത്രജനായ കിഷിന്റെ പുത്രനാണ് സാവൂൾ. ജെസ്സയുടെ മകനാണ് ദാവീദ്. ഈ വ്യക്തികളിലെല്ലാം പരിശുദ്ധാത്മാവ് നിറയുന്നത് പഴയ നിയമത്തിൽ നമുക്ക് കാണാം. 1 സാമുവേൽ 16:13 പറയുന്നുണ്ട്, അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ആവസിച്ചു. ചിലപ്പോ ഈ കർത്താവിന്റെ ആത്മാവ് ആവസിച്ചവരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയും പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. 1 സാമുവേൽ 16:14 കർത്താവിന്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. ചിലപ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മളിൽ വന്ന് വസിക്കും, ചിലപ്പോൾ കർത്താവിന്റെ ആത്മാവ് വിട്ടുപോകും. എപ്പോഴാണ് വന്ന് വസിക്കുന്നത്? കർത്താവിന്റെ ആത്മാവ് വന്ന് വസിക്കുന്നത് നാം ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്. ഇങ്ങനെ നമ്മളിൽ പ്രവേശിച്ച ആത്മാവ് ദൈവത്തെ അനുസരിക്കാതാകുമ്പോൾ വിട്ടുപോകും. അതാണ് സാവൂളിനെ ആത്മാവ് വിട്ടുപോകാനുണ്ടായ കാരണം. അതുപോലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാം അധ്യായം 25, 14-ാം അധ്യായം 6, 14-ാം അധ്യായം 19 ഒക്കെ കർത്താവിന്റെ ആത്മാവ് പ്രവേശിക്കുന്നത് നാം കാണുന്നുണ്ട്. സാംസണിൽ കർത്താവിന്റെ ആത്മാവ് പ്രവേശിക്കുന്നുണ്ട്. നിയമം ലംഘിക്കുമ്പോൾ ആത്മാവ് വിട്ടുപോകുന്നുമുണ്ട്. ജോയലിന്റെ പുസ്തകം 2-ാം അധ്യായം 28 ഇങ്ങനെ പറയുന്നു, അന്ന് ഇങ്ങനെ സംഭവിക്കും അവസാന നാളുകളിൽ,
എന്താണ് സംഭവിക്കുക? ഞാൻ എൻ്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് വർഷിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് സംഭവിക്കും? എൻ്റെ പുത്രന്മാർ പ്രവചിക്കും, യുവാക്കൾ സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങളുണ്ടാകും, എല്ലാവരും ഭാവി കാര്യങ്ങൾ പ്രവചിക്കും. ഒരു പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണിതെല്ലാം. പുതിയ നിയമത്തിൽ പെന്തക്കോസ്ത് ദിനത്തിലാണ് പരിശുദ്ധാത്മാവ് പ്രത്യക്ഷീകരണം നടത്തുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം സഹ്യോൻ ഊട്ടുശാലയിൽ വെച്ച് പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ സ്ലീഹന്മാരിലും അമ്മയിലും പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ വന്നിറങ്ങുന്നുണ്ട്. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം എല്ലാ സ്ലീഹന്മാരും ചിതറിക്കപ്പെടുകയാണ്. അവരവരുടെ വഴിക്ക് പോകുന്നൊരവസ്ഥയാണ്. ഇതിന് പരിശുദ്ധ അമ്മയാകുന്ന കെടാവിളക്ക് സ്വർഗ സാന്നിധ്യം നൽകി എല്ലാ അപ്പസ്തോലന്മാരെ ഒരുമിച്ച് കൂട്ടി ആത്മാവിൻ്റെ മണവാട്ടി അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉന്നതങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ ആവസിക്കുന്നുണ്ട്. സഭയുടെ തുടക്കമാണ് സഹ്യോൻ മാളികയിൽ പെന്തക്കോസ്ത് ദിനത്തിൽ സഭയുടെ ബർത്ത്ഡേ. പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവർ ശക്തിപൂർവം കർത്താവിനെ പ്രസംഗിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി എന്നാണ് പറയുക. ഈശോയിൽ ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ജോർദാൻ നദിയിൽ വെച്ചാണ്. അതുപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്കുടനീളം കാണാം. കാരണം പരിശുദ്ധാത്മാവ് വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവായിട്ടാണ് കാണുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നാം അത്ഭുതങ്ങൾ ചെയ്യും, നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കും, ജ്ഞാനത്തോടുകൂടി സംയമനത്തോടുകൂടി നാം പ്രവർത്തിക്കും, നീതി നടപ്പാക്കും നാം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അവ. നമ്മളിൽ ആത്മാവ് 3 തരമുണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവ്, ഒന്ന് മനുഷ്യാത്മാവ്, ഒന്ന് അശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് പല പ്രതീകങ്ങളുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ. കാറ്റിനെ ആത്മാവായിട്ട് കാണുന്നുണ്ട്. കാറ്റിനെ സക്രിയയുടെ പുസ്തകം 6:5, ആമോസിന്റെ പുസ്തകം 4:13 നമുക്ക് കാറ്റിനെ ആത്മാവായിട്ട് കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിശാചുക്കളെ പുറത്താക്കാം, അതിനുള്ള അധികാരമുണ്ട്. ഭൂമിയിൽ ആർക്കാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത്? അഭിഷിക്ത പുരോഹിതർക്ക്. മനസ്സിന് ആത്മാവായിട്ട് കാണുന്നുണ്ട് നിയമാവർത്തന പുസ്തകത്തിൽ. അതുപോലെ ശക്തിയും ധൈര്യവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് വിശുദ്ധ ഗ്രന്ഥത്തിൽ അനേകം പ്രതീകങ്ങളുണ്ട്. പുതിയ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം യേശുക്രിസ്തുവിൽ വരുന്നത് നാം കണ്ടു, ജോർദാൻ നദിയിലാണ്. പഴയ ഉടമ്പടിയിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം കിട്ടിയവരിൽ പ്രധാനി ദാവീദ് രാജാവാണ്. അഗ്നിയായും ജലമായും പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അതുപോലെ കൈവയ്പ് ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും, പുരോഹിതരുടെ കൈവയ്പിലൂടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് 3 തരത്തിലുള്ള ശക്തിയാണുള്ളത്. 1 വരങ്ങൾ, 2 ദാനങ്ങൾ, 3 ഫലങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ അടിസ്ഥാന വരം 3 വരങ്ങളാണ്: പൗരോഹിത്യം, കുടുംബം, ഏകസ്ത്വം. ദാനങ്ങൾ പലതുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ. കണ്ണുനീര് പോലും ഒരു ദാനമാണ്, ഒരു വരമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ 9 എന്ന് ഗലാത്യ 5:22 നാം കാണും. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശക്തിപ്പെടുത്തുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയപ്പെടാനാണ് പ്രാർത്ഥിക്കേണ്ടത്.
പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ഏറെയുണ്ട് എന്ന് നാം കണ്ടു. വിവേകം, ജ്ഞാനം, വിശ്വാസം, രോഗശാന്തി, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം, പ്രവചനവരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, ഭാഷാവരം, വ്യാഖ്യാനവരം, പ്രാർത്ഥനാവരം, കണ്ണുനീരിന്റെ വരം പോലും. ഒരു ദുഃഖിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ ഒപ്പം ഇരുന്ന് കണ്ണുനീർ പൊഴിക്കുക, അവനോടൊപ്പം ദുഃഖിക്കുക, ഇത് പരിശുദ്ധാത്മാവിന്റെ വരമാണ്. അതുപോലെ ആനന്ദം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. സ്നേഹം, ആനന്ദം, ക്ഷമ. ഈ ആനന്ദം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുക? പരിശുദ്ധ അമ്മയുടെ അഭിവാദനം കിട്ടിയാൽ മതി, ആനന്ദം വരും. ലൂക്കായുടെ സുവിശേഷം 1-40 എലിസബത്ത് അങ്ങനെയാ പറയുന്നത്, നിന്റെ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു ആത്മാവിനാൽ നിറഞ്ഞ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടിയെന്ന്. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ഫലമാണ് സഹോദരങ്ങളെ ക്ഷമ. ഈ ലോക ജീവിതത്തിൽ മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു വലിയ പുണ്യമാണ് ഫൊർഗീവ്നെസ്, നമ്മെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുക എന്ന പുണ്യം. ഈ ക്ഷമ 100% പാലിക്കാൻ കഴിഞ്ഞാൽ ഒരാൾ ദൈവസന്നിധിയിലേക്ക് നേരിട്ട് കയറാൻ പറ്റും. അത്രയ്ക്കും വലിയ പുണ്യമാണ് ക്ഷമ. ഈ ക്ഷമ എന്ത് തരം ക്ഷമയാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്? അവസാനം വരെ നീതിക്ക് കാത്തിരിക്കുന്ന ഒരു ക്ഷമയുണ്ട്. ജോസഫിന്റെ കഥ പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. കിണറ്റിൽ തള്ളിയിട്ടിട്ട് നീതിക്ക് വേണ്ടി അവൻ വർഷങ്ങളോളം കാത്തിരുന്ന ക്ഷമയിൽ അവസാനം അവൻ ഈജിപ്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന ക്ഷമ. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ് നന്മ ചെയ്യുവാനുള്ള കഴിവ്, ആത്മസംയമനം പാലിക്കാനുള്ള കഴിവ്, വിശ്വസ്തത പാലിക്കാനുള്ള കഴിവ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ശാന്തത പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. യേശു പറയുന്നുണ്ട്, നിങ്ങൾ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്ന് ഉയർപ്പിന് ശേഷം അവരെ അനുഗ്രഹിച്ച് പറയുന്നുണ്ട്. അതായത് 40 ദിവസത്തിന് ശേഷം പിന്നീട് 50-ാം ദിവസം പരിശുദ്ധാത്മാവിനാൽ അവർ സ്നാനമേൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നാണ് പറയുക. അതിനുശേഷം നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോയിക്കൊള്ളൂ. പരിശുദ്ധാത്മാവ് നിറയുന്നതിനേക്കാൾ മുൻപ് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നാം ഏതൊരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും, നാം ഏതൊരു പ്രവർത്തനത്തിന് പോകുമ്പോഴും നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നാം ശക്തി പ്രാപിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്രവർത്തനങ്ങൾക്കായിട്ട് പോകാം. യോഹന്നാന്റെ സുവിശേഷം 15:26 സാക്ഷ്യം നൽകുന്നവനാണ് പരിശുദ്ധാത്മാവ് എന്നാണ് പറയുന്നത്. 16-17 അവൻ പഠിപ്പിക്കുന്നവനാണ് എന്നാണ് പറയുന്നത്. ഭാവി പ്രവചിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ഇതുപോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും നാം ചിന്തിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം നാം പ്രാർത്ഥിക്കുമ്പോൾ ഗലാത്യ 5:22 കണ്ടതുപോലെ ഈ 9 ഫലങ്ങൾ കിട്ടുവാനാണ് പ്രാർത്ഥിക്കേണ്ടത്. വരങ്ങൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയില്ല. വരങ്ങൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രം. പക്ഷേ നീതിയുടെ വിധി ദിവസം നമ്മൾ വരങ്ങൾ ഉള്ളവരാണോ എന്നല്ല ഈശോ ചോദിക്കുക, നിന്നിൽ ഫലങ്ങൾ ഉണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുക. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, കുറേയേറെ വരങ്ങളുണ്ട്. അതിലൊരു വരമാണ് ഭാഷാവരം. ഭാഷാവരം എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ സംസാരിക്കുന്നു, പല ഭാഷയിൽ കേൾക്കുന്നു. അതാണ് യഥാർത്ഥ ഭാഷാവരം. അപ്പസ്തോല പ്രവർത്തനം 2:6 നാം ഇത് കാണുന്നുണ്ട്. അപ്പസ്തോലന്മാർക്ക് കിട്ടിയ വരമാണിത്. ഒരു ഭാഷയിൽ അവർ സംസാരിക്കുന്നു, അതാത് ഭാഷകളിൽ ജനം കേൾക്കുന്നു. ഇനി 1 കൊറിന്തോസ് 14:22 നമുക്കൊരു ഭാഷാവരം അറിയാം. ദൈവത്തോട് സംസാരിക്കുന്ന മാലാഖമാർ സംസാരിക്കുന്ന ഭാഷ, അത് ഓരോ വാക്കുകളായിട്ടാണ് പുറത്തു വരിക. പക്ഷേ അത് സ്വയം മാത്രമേ ഉപയോഗിക്കാവൂ. മറ്റുള്ളവർക്ക് അത് ഉതപ്പിന് കാരണമാകരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഭാഷാവരത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ ഒരാൾ സമൂഹത്തിൽ ഇല്ലെങ്കിൽ ഭാഷാവരമുള്ളവൻ നിശബ്ദത പാലിക്കണമെന്ന്. അതുപോലെ വിശുദ്ധ അൽഫോൻസമ്മയ്ക്കൊരു ഭാഷാവരം ലഭിച്ചിട്ടുണ്ട്, മറുഭാഷാവരം.
പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു വരമാണ് രോഗശാന്തി വരം. കൈവച്ചാൽ അപ്പോൾ രോഗം മാറും. ഈ രോഗശാന്തി വരം ലഭിക്കാൻ നമുക്ക് ആവശ്യം വേണ്ടത് വിശ്വാസം വേണം, അനുകമ്പ വേണം. വിശ്വാസമുണ്ടെങ്കിലേ നമുക്ക് രോഗശാന്തി വരം ഫലപ്രദമായി കൊടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് രോഗങ്ങൾ മാറ്റുക? ചിലപ്പോൾ രോഗശാന്തി വരമുള്ളവർ കൈവച്ചാൽ രോഗം അപ്പോൾ തന്നെ മാറുന്നത് കാണാം. ചിലപ്പോൾ ആ രോഗം മാറില്ല, കാരണം അതിൻ്റെ കാഠിന്യം കുറഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ രോഗം ഒട്ടും മാറില്ല, പക്ഷേ സഹിക്കാനുള്ള സഹനശക്തി ലഭിക്കും. അതും രോഗശാന്തി വരം തന്നെയാണ്. ചിലപ്പോൾ ആന്തരിക സൗഖ്യം കിട്ടും. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരുടെ കുടുംബങ്ങളിൽ സമാധാനം നിറയുന്നത് കാണാം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ നമുക്ക് മൂന്നാക്കി ഭാഗിക്കാം. ഒന്ന് വെളിപാട് വരങ്ങളാണ്. അത് വിവേകം, വിജ്ഞാനം, വിവേചനമാണ്. 2 ശക്തിവരങ്ങളാണ്. അത് വിശ്വാസവും അത്ഭുതവും രോഗശാന്തിയും ഒക്കെ നടത്തുന്ന വരം. പിന്നെ പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം എന്നിങ്ങനെ 3 എണ്ണം കൂടി ഒരു മൂന്നാമത്തെ വരമായിട്ട് മാറും. പ്രവചനവരം, ഭാഷാവരം, വ്യാഖ്യാനവരം. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ് ജ്ഞാനത്തിൻ്റെ വരം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3:12 ഞൊടിയിടയിൽ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നതാണ് ഈ ജ്ഞാനത്തിൻ്റെ വരം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനമാണ്. പരിശുദ്ധാത്മാവിന് ഇതുപോലെ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളുമുണ്ട്. മനുഷ്യമക്കൾ, ദൈവമക്കൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ലഭിക്കാൻ നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കണം. സഭയുടെ ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്, ഭയവിഹുലരായി നിന്ന സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് വന്ന് നിറച്ചപ്പോൾ അവർ രക്തസാക്ഷികളാകാൻ പോലും ശക്തിയുള്ളവരായി മാറിയെന്നാണ് പറയുക. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുക? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന വേണം സഹോദരങ്ങളെ. പ്രാർത്ഥനയില്ലാതെ ഒരിക്കലും പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കുകയില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥന കൂടാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. പിശാചിനെ പുറത്താക്കണോ? പ്രാർത്ഥന വേണം. പ്രാർത്ഥന കൊണ്ടൊരു നിറഞ്ഞ ഒരു വ്യക്തി പിശാചിൻ്റെ അടുത്ത് വന്നാൽ മതി, അവൻ താനെ പുറത്തു പോയിക്കൊള്ളും. എന്നാൽ അഭിഷേകപരമുള്ളൊരു പുരോഹിതൻ പൈശാചിക ശക്തികളെ ഓടിപ്പിക്കാനായിട്ട് അവൻ പ്രാർത്ഥനയിൽ നിറഞ്ഞു വന്നാൽ നിഴല് കാണുമ്പോഴേക്കും പൈശാചിക ശക്തികൾ ഓടിപ്പോകും. രണ്ടാമത് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക വചനം ശ്രവിക്കുമ്പോൾ. അതുപോലെ കൈവയ്പ് പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അടുത്തത് കൂദാശപരമായ ജീവിതം നാം നയിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വരണമെങ്കിൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായി നമുക്ക് വിടുതൽ ലഭിക്കണം. എന്നാലേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുള്ളൂ. അശുദ്ധി നിറഞ്ഞ ഒരു ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് വസിക്കാൻ കഴിയുകയില്ല. അതിന് നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യമായിട്ട് ഉപവാസ പ്രാർത്ഥന. പ്രത്യേക കാര്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ സഹനമേറ്റെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കും. അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഉപവാസത്തെക്കുറിച്ച്. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആത്മാവിനെ സ്വീകരിക്കുന്നു. ആത്മാവിനെ സ്വീകരിച്ച് ഉപവാസം അവസാനിപ്പിക്കുന്നു. രണ്ടാമത് നാം പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14:17 നാം കാണുന്നുണ്ട്, ഈ സത്യാത്മാവിനെ ലോകം അറിഞ്ഞിട്ടില്ല. ഈ സത്യാത്മാവിനെ ലോകം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പസ്തോല പ്രവർത്തനം 2:37 പറയുന്നു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, അപ്പോൾ പാപമോചനത്തിനുള്ള ജ്ഞാനസ്നാനം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ദാസനാകണം, എളിമയുള്ളവനാകണം, ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വരങ്ങളും ദാനങ്ങളും നൽകും. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ മത്സരബുദ്ധി പാടില്ല. മത്സരബുദ്ധി നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുകയില്ല. അതുമാത്രമല്ല, ദൈവം നമുക്ക് ദാനമായി തരുന്ന അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ ഏറ്റെടുക്കണം. സഹനങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്. സഹനങ്ങൾ
എപ്പോഴും ശക്തിയോടെ സന്തോഷത്തോടു കൂടെ ഏറ്റെടുത്താൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തരും. അപ്പസ്തോല പ്രവർത്തനം 8-17 പറയുന്നുണ്ട്, പുരോഹിതർ അവരുടെ മേൽ കൈവയ്ക്കുമ്പോൾ കൈവയ്പ് ശുശ്രൂഷകളിലൂടെ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവ് വരുന്നത്. അനനിയാസ് സാവൂളിൻ്റെ മേൽ കൈകൾ വയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നാം എങ്ങനെയാണ് ഉപയോഗിക്കുക? നാം കണ്ടു, ഭാഷാവരം പൊതുവേദിയിൽ ഉപയോഗിക്കാൻ പാടില്ല. 1 കൊരിന്തോസ് 14 അങ്ങനെയാണ് പറയുക. മറ്റുള്ള ഒരു വ്യക്തിക്ക് ഭാഷാവരമുണ്ടെന്ന് കണ്ട് നമുക്കില്ലാത്ത ഭാഷാവരം നാം ഉണ്ടാക്കിയെടുക്കരുത് കൃത്രിമമായി. അതൊരിക്കലും ഫലം ചെയ്യുകയില്ല. ഒരുവന് ഭാഷാവരമാണെങ്കിൽ മറ്റൊരുവന് രോഗശാന്തിപരമായിരിക്കും കൊടുത്തിരിക്കുന്നത്. കണ്ണ് കണ്ണിൻ്റെ പണിയും കയ്യിൻ്റെ പണിയും കാല് കാലിൻ്റെ പണിയും ചെയ്താൽ മതി. മറ്റുള്ളവരുടെ വരങ്ങൾ അനുകരിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ദാനം അവിടെ ലഭിക്കുകയില്ല. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ പണത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. പണത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചാൽ പരലോകത്ത് പോലും അത് ക്ഷമിക്കപ്പെടുകയില്ല എന്നാ പറയുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ വിശ്വാസം ലഭിക്കും, പ്രാർത്ഥനാപരം ലഭിക്കും, മാനസാന്തര അനുഭവം ലഭിക്കും. മാമുദീസായിൽ വരുന്ന പരിശുദ്ധാത്മാവ് മരണം വരെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറയുക. പരിശുദ്ധാത്മാവിൻ്റെ കടമ ക്രിസ്തുവിൻ്റെ ശിഷ്യരെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ രൂഢമൂലമാക്കി കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനായിട്ട് നമ്മെ ഒരുക്കുക എന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ കടമ. പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുക? 1 കൊരിന്തോസ് 6:12-19 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ് പരിശുദ്ധാത്മാവിൻ്റെ ആലയം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിൽ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഹൃദയത്തിൽ എങ്കിൽ എന്തുണ്ടാകും? ഈ പരിശുദ്ധാത്മാവ് എവിടെയാണ് എനിക്ക് വസിക്കാൻ പറ്റുന്നത്? ആ ഹൃദയങ്ങളിലേക്ക് അവൻ പോകും. പരിശുദ്ധ കുർബാനയിൽ ഒരു പുരോഹിതൻ പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേവാലയത്തിലേക്ക് വരികയാണ്. ആ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ഓരോ ഹൃദയങ്ങളിലും വന്ന് നോക്കുമ്പോൾ അവിടെ അശുദ്ധിയും അവിടെ ദ്രവ്യാസക്തിയും അവിടെ നിന്ദയും അപമാനവും എല്ലാം കാണുകയാണ്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് എങ്ങോട്ട് പോകും? ഏത് ഹൃദയമാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് ആ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പോകും. അവിടെ കൃപകളും ഫലങ്ങളും വർഷിച്ച് അവൻ പോവുകയുള്ളൂ മടങ്ങി. കാരണം ഒരു പുരോഹിതനാണ് കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് വരണമേ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അവന്റെ വിളി കേട്ട് സ്വർഗം തുറന്നിറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് ദൈവം സ്വർഗത്തിൽ നിന്നും വന്നാൽ ഒരിക്കലും ഫലം കൊടുക്കാതെ പോവുകയില്ല. അവൻ ഫലങ്ങൾ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരിക്കുക, അനുഗ്രഹങ്ങൾ. പക്ഷെ അത് ആരിലേക്ക് ചെന്ന് പതിക്കുന്നു, അതിലാണ് കാര്യമിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വന്ന് ദേവാലയത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവരിലേക്ക് ചിലപ്പോൾ പ്രവേശിച്ചു എന്ന് വരില്ല, അവരുടെ ഹൃദയം ഒരുക്കമില്ലെങ്കിൽ. നാം നേരത്തെ കണ്ടു സാവൂളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പോകുന്നത്. 1 സാമൂൽ 16:14 കർത്താവിന്റെ ആത്മാവ് സാവൂളിന് വിട്ടുപോകുന്നു കൽപ്പന ലംഘിച്ചതുകൊണ്ട്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്നോ? പരിശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ പിന്നെ ആരാണ് അവന്റെ ഹൃദയത്തിൽ വരുന്നത്? ദുരാത്മാവ് കയറിയിരിക്കും. അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഹൃദയം കണ്ടാൽ, പ്രാർത്ഥനയില്ലാതെ വിശ്വാസമില്ലാതെ ബ്ലാങ്കായി കിടക്കുന്നൊരു ഹൃദയം കണ്ടാൽ അതിൽ ദുരാത്മാവ് കയറിയിരിക്കും. ഞാൻ പരിശുദ്ധാത്മാവ് പോകുമ്പോൾ ദുരാത്മാവ് വരുമെന്ന കാര്യം ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നത്, കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീ എടുത്തു മാറ്റരുതേ. പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയാൽ പിന്നെ ദുരാത്മാവാണ് അവിടെ വരിക. അപ്പോൾ സാവൂൾ ദുരാത്മാവിനാൽ നിറഞ്ഞു, പീഡിപ്പിക്കപ്പെടാൻ തുടങ്ങി. അപ്പോഴെന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദാവീദ് വന്നിട്ട് അവനെ കിന്നരം പാടി ആശ്വസിപ്പിച്ചു എന്നാണ് പറയുക. ആത്മാവ് ആശ്വാസത്തിന്റെ വരം കൊടുക്കുന്നവനാണ്. ഈ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഓർക്കാം, നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിനെ
ആവഹിച്ചെടുക്കണം. ഈ പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും മേൽ വരുമെന്നാണ് ഈശോ നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്നത്. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എല്ലാവരുടെയും മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. ആത്മാവ് വന്നു കഴിഞ്ഞാൽ വിജ്ഞാനം, വിവേകം, അത്ഭുതകരമായ വരങ്ങൾ ഇവയെല്ലാം തരുമെന്ന് നാം കണ്ടു. പരിശുദ്ധാത്മാവ് ഭാവി പ്രവചിക്കും. ആത്മാവ് നിറഞ്ഞ ഒരു പെൺകുട്ടി ഭാവി പ്രവചിക്കുന്നത് നാം കാണുന്നുണ്ട്. അത് ദുരാത്മാവ് നിറഞ്ഞ പെൺകുട്ടിയാണ്. പരിശുദ്ധാത്മാവ് തരുന്നത് പോലെ തന്നെ ദുരാത്മാവും നമുക്ക് കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഏത് ആത്മാവാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നാം വിവേചിച്ചറിയണം. പരിശുദ്ധാത്മാവാണോ ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയുക? ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ശൈലി നോക്കിയാൽ മതി. ഫലങ്ങളുണ്ടോ എന്നാണ് നോക്കേണ്ടത്. വരങ്ങളുണ്ടെന്ന് കണ്ട് നാം ആരുടെയും പുറകെ പോകരുത്. അത് ആപത്തിലേക്ക് ചെന്ന് ചാടും. വരങ്ങൾ പലർക്കും ലഭിക്കും. ദുരാത്മാവിന് പോലും ഇതുപോലെ അത്ഭുതങ്ങൾ നടത്താൻ കഴിയും. നാം എങ്ങനെ തിരിച്ചറിയും ആ വ്യക്തിയുടെ ജീവിത ശൈലിയിൽ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടോ എന്ന്? അത് നമുക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാം. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. വരങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നാം അവരെ കൂട്ടിമുട്ടുമ്പോൾ അവരിൽ സ്നേഹമില്ലാത്തൊരു ഹൃദയം നാം കണ്ടെത്തിയാൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വരം ശരിക്കുള്ളതല്ല എന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരോട് കഠിനമായി വെറുപ്പ് വെച്ചിരിക്കുന്ന ഒരു വ്യക്തി വരങ്ങളാൽ അത്ഭുതങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് അതിനാൽ തന്നെ സത്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയപ്പെട്ടിരിക്കും. അതുകൊണ്ട് വരങ്ങളുള്ളവരെ നാം തിരിച്ചറിയണം എന്നാണ് കർത്താവ് പറയുക. തിരിച്ചറിവിൻ്റെ വരം നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫലങ്ങൾ നമ്മിൽ നിറയുവാൻ വേണ്ടിയാണ് ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ നിറഞ്ഞാൽ, ഫലങ്ങൾ നിറഞ്ഞാൽ ആത്മസംയമനം ഉണ്ടാകും. ആര് നമ്മളെ ദ്രോഹിച്ചാലും നമുക്ക് തിരിച്ചങ്ങോട്ട് ദ്രോഹിക്കാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ നാം ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പോകും. എന്തിനാണെന്നോ? ഈശോയെ പ്രഘോഷിക്കാനായിട്ട്. എൻ്റെ സഹോദരങ്ങളെ, ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഞങ്ങളൊരു യാത്രയ്ക്ക് പുറപ്പെടാനിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം, ഫലം അതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യ വ്യക്തിയിൽ പ്രവർത്തിക്കുക എന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് മരണം വരെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊന്നും നമുക്ക് അഹങ്കാരത്തോടു കൂടെ പറയുവാൻ കഴിയുകയില്ല. എന്ന് നാം കർത്താവിൽ നിന്ന് അകന്നു പോകുന്നു, എന്ന് നാം കൽപ്പനകൾ ലംഘിക്കുന്നു, അന്ന് സാവൂളിൽ നിന്ന് വിട്ടുപോയതുപോലെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്നും വിട്ടുപോകും. ഞാൻ ഓർക്കുകയാണ്, അന്ന് ഞങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിരുന്ന ആ വാഹനത്തിൽ ഞങ്ങളോട് പോകണ്ട എന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളോട് ചിലപ്പോൾ സംസാരിക്കും, പക്ഷേ ചിലപ്പോൾ നമുക്ക് തിരിച്ചറിവ് ലഭിക്കില്ല. എന്നാൽ ഈ സന്ദേശം കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ ഷെയർ ചെയ്തു, ഇങ്ങനെയാണ് ഒരു സന്ദേശം. വീട്ടിലുള്ളവരെല്ലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിൽ പോകണ്ട. ഞങ്ങൾക്കായി കരുതി വെച്ചിരുന്ന ഒരു കാറായിരുന്നു വാഹനം, ഒരു പരിപാടിക്ക് പോകാൻ. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ഈശോയോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളെ കാറിൽ യാത്ര ചെയ്യാൻ അനുവദിക്കാത്തത്? കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടും ഉള്ളിലിരുന്ന് പറഞ്ഞു, ഇന്ന് ഈ വാഹനത്തിൽ നീ പോകുന്നില്ല. എന്തായാലും ഈശോയുടെ ആത്മാവിൻ്റെ സ്വരം കേട്ട് വാഹനത്തിൽ പോയില്ല. ഞങ്ങൾ ഇരുചക്ര വാഹനത്തിലാണ് പോയത്. 3 മണിയായപ്പോൾ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വേഗം ഇവിടെ നിന്ന് പുറപ്പെടുക, കാറിൽ യാത്ര ചെയ്യരുത്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സന്ദേശങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്തായാലും പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് അത് പരിശുദ്ധാത്മാവാണെന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. ആ സ്വരം കേട്ട് ഞങ്ങൾ ഇരുചക്ര വാഹനത്തിൽ തന്നെ യാത്ര പുറപ്പെട്ടു. വീട്ടിലെത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊരു ഫോൺ വന്നു, ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന്. അതിങ്ങനെയായിരുന്നു,
ഞങ്ങൾ സഞ്ചരിക്കാൻ വെച്ചിരിക്കുന്ന ആ കാറിൽ യാത്ര ചെയ്തവർ തൃശ്ശൂരിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ചു. എല്ലാവരും ഇപ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അപ്പോഴാണ് നാം മനസ്സിലാക്കുക, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നാം പാപികളായിരുന്നിട്ട് പോലും എന്തുമാത്രം നമ്മെ സഹായിക്കുന്നു. സത്യം പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇത് പരിശുദ്ധാത്മാവാണെന്നോ പരിശുദ്ധാത്മാവിന്റെ സ്വരമാണെന്നോ ഇത് അവന്റെ വരമാണെന്നോ ഒന്നും അറിവില്ലാത്ത കാലഘട്ടമാണ്. പക്ഷേ എന്നാലും ആ ഒരു സ്വരത്തെ പിൻചെല്ലാൻ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നെ പ്രേരിപ്പിച്ചതെന്ന്. അതിനുശേഷം എത്രയെത്ര നിഗൂഢ രഹസ്യങ്ങളാണ് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നത്. ബോൺ ക്യാൻസർ ഉള്ള ഒരു കുട്ടിക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നപ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തലുകൾ തന്നു. ഇത്ര ദിവസം പരിശുദ്ധ കുർബാനയിലിരുന്ന് നീ പ്രാർത്ഥിച്ചാൽ ഈ ബോൺ ക്യാൻസർ ഞാൻ മാറ്റിക്കൊടുക്കും. ശരിക്കും അതും പരിശുദ്ധാത്മാവിന്റെ സ്വരമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ കുട്ടിയെ മരണത്തിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. വീണ്ടും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് വലിയൊരു ദർശനവരം തന്നിട്ടാണ്, വിശുദ്ധ റഫായേൽ മാലാഖയെ കാണിച്ചു തന്നുകൊണ്ട് ഞാൻ അവളെ സുഖപ്പെടുത്തും. എൻ്റെ സഹോദരങ്ങളെ, ബുദ്ധിയില്ലെങ്കിൽ പോലും വിവേചനപരമില്ലെങ്കിൽ പോലും പാവം പരിശുദ്ധാത്മാവ് പാപികളായ പല മക്കളിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുപോകും. തമ്പുരാൻ പറഞ്ഞതുപോലെ തമ്പുരാന്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നാൽ ഈ പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുപോകും. ലോകാവസാനത്തോളം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകാൻ നമുക്ക് ശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷവും വെറുപ്പും നമുക്ക് അകറ്റാം. സ്നേഹമാകുന്ന ദിവ്യമായ ഔഷധം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കാം. 1 കൊറിന്തോസ് 6:12 പറയുന്നത് പോലെ നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരം. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുന്ന ഈ ശരീരത്തെ ദുഷിപ്പിക്കാതിരിക്കാൻ, അശുദ്ധിക്ക് വിട്ടുകൊടുക്കാൻ ഒരിക്കലും നാം തയ്യാറാകരുത്. നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.